ഡേസി. ഹലോ വിജയ്, ബിസിയാണോ? അല്ല, പറഞ്ഞോളൂ. എന്താ വിളിച്ചത്? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വെറുതെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട് പുതിയ വീട്? കുഴപ്പമില്ല. ഞാനൊരു കാര്യം ചോദിച്ചാ വിജയ്ക്ക് ഫീൽ ചെയ്യില്ലല്ലോ? ഇല്ല, ഡേസി ചോദിച്ചോളൂ. ഇത്ര തിരക്ക് പിടിച്ച് ഇപ്പൊ എന്തിനായിരുന്നു ഒരു ഷിഫ്റ്റിങ്? വിജയ് അന്ന് പറഞ്ഞതുപോലെ നെഗറ്റിവിറ്റിയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയായിരുന്നോ? അതോ മുരളിയുടെയും ഫാമിലിയുടെയും കണ്ണിൽ പെടാതെ കഴിച്ചുകൂട്ടാനോ? സത്യസന്ധമായി പറഞ്ഞ ഇത് രണ്ടൊരു കാരണം തന്നെയാണ് ഡേസി. ഞാനും എൻ്റെ ഫാമിലിയും കഴിവതും ആർക്കും ഒരു ശല്യമാവാതിരിക്കുക. പിന്നെ പുതിയൊരു സ്ഥലത്തെത്തുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ഫ്രഷ് ആവുമല്ലോ. എന്നിട്ട് അതിന്റെ ഗുണം വല്ലതും കണ്ടു തുടങ്ങിയോ? ഓഫ് കോഴ്സ്. ഇവിടെ എത്തിയതിൽ പിന്നെ ചില പോസിറ്റീവ് വൈബ്സ് എല്ലാവരിലും ഉണ്ട്. അപ്പോ അവളിപ്പോൾ ഓക്കെയാണ്. ആളിപ്പോൾ വീണ്ടും കോളേജിൽ പോയി തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ വിജയുടെ വിശ്വാസം പോലെ കാര്യങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ട്. ഗീത എന്തു പറയുന്നു? അവളും ഹാപ്പിയാണിപ്പോ. എല്ലാം നന്നായി പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഡേസിക്കും ജോബിനും സുഖല്ലേ? ഒരുവിധം കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ ഞങ്ങളിന്ന് അശ്വതിയുടെ വീട്ടിൽ പോയിരുന്നു. അവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ അല്ലേ? വിശേഷമൊന്നുമില്ലെന്ന് തീർത്തു പറയാൻ പറ്റില്ല. മാളുവിന്റെ അവസ്ഥ അല്പം പരുങ്ങലിലാണ്. ആ കുട്ടി ടോട്ടലി ഡിപ്രസ്ഡ് ആണ് വിജയ്. ഇപ്പൊ ആരോടും ഒന്നും മിണ്ടാതെ ഏതു നേരവും മുറിയിൽ തന്നെ ഇരിപ്പാണ്. കോളേജിലും പോകുന്നില്ല. മുരളിയും അശ്വതിയും മാളുവിന്റെ കാര്യത്തിൽ വല്ലാതെ വറീഡാണ്. അവളെ നമുക്ക് എങ്ങനെയെങ്കിലും പഴയ മാളുവായി തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. അതിന് ചിലപ്പോ വിജയുടെയും അപ്പുവിന്റെയും സഹായം വേണ്ടിവരും. സോറി ഡേസി, മാളുവിന്റെ അവസ്ഥയിൽ എനിക്കും വിഷമമുണ്ട്. പക്ഷെ ഇനി ആ വീടുമായി സഹകരിക്കാൻ എനിക്കും എൻ്റെ ഫാമിലിക്കും ബുദ്ധിമുട്ടുണ്ട്. ഇത്രയ്ക്ക് വാശി വേണോ വിജയ്? അവള് നമ്മുടെ കുട്ടിയല്ലേ? അങ്ങനെ കരുതുകയും വിശ്വസിക്കുകയും ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ആ വിശ്വാസമൊക്കെ വെറുതെ ആയിരുന്നെന്ന് അവരായിട്ട് തന്നെ ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്നു. അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പിന്തുണച്ചില്ലെങ്കിലും പിന്നിൽ നിന്ന് കുത്താതിരിക്കുകയും ചെയ്യായിരുന്നു. തെറ്റും അബദ്ധവും ഒക്കെ ആർക്കായാലും പറ്റില്ലേ വിജയ്? അതൊക്കെ ക്ഷമിക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ വിജയം. വേണ്ട ഡേസി, താൻ എന്നെ നിർബന്ധിക്കണ്ട. മുറിച്ചു മാറ്റിയൊന്നും ഡേസിയായിട്ട് തുന്നിക്കെട്ടാൻ ശ്രമിക്കുകയും വേണ്ട. സ്വന്തം വീട് വിട്ട് ഇങ്ങോട്ട് മാറിയത് പോലും എൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് നിന്ന് അറിയാതെ പോലും ഒരു ശല്യമോ ഉപദ്രവമോ അവർക്കുണ്ടാവരുതെന്ന് കരുതിയിട്ടാ. അതൊന്നും മാറി ചിന്തിക്കാൻ ഡേസി എന്നോട് പറയരുത്. പറഞ്ഞാലും പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. ശരി വിജയ്, ഞാൻ തന്നെ നിർബന്ധിക്കുന്നില്ല. എല്ലാം വിജയുടെ ഇഷ്ടം. ഓക്കെ, ഞാൻ വിളിക്കാം. എന്താ മമ്മി, എന്താ വല്ലാതിരിക്കുന്നേ? ഞാൻ വിജയുമായി സംസാരിക്കുകയായിരുന്നു. നമ്മൾ ഊഹിച്ചത് കറക്റ്റായിരുന്നു ജോ. മുരളിയുമായുള്ള ഇഷ്യൂന്റെ പേരിൽ തന്നെയാണ് വിജയ് വാടക വീട്ടിലേക്ക് മാറിയത്. ഇനി അവരുമായി ഒരു തരത്തിലുള്ള അടുപ്പത്തിനും തയ്യാറല്ലെന്നാ വിജയ് തറപ്പിച്ചു പറയുന്നത്. അങ്കിൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതില് തെറ്റു പറയാൻ പറ്റില്ല മമ്മി. അവര് തമ്മിൽ മാനസികമായി അത്രയ്ക്ക് അകന്നു കഴിഞ്ഞിരിക്കുന്നു. മുരളിയങ്ങളുടെ സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായത്. അപ്പുവിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം സോൾവ് ആയെന്നാ വിജയ് പറയുന്നത്. അതിന്റെ ഒരു ആശ്വാസത്തിലാണ് പാവം.
ഒരിടത്ത് പ്രശ്നങ്ങൾ അവസാനിച്ചപ്പോൾ മറ്റൊരിടത്ത് പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്നു.